100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ഒറ്റപ്പാലത്ത് നമ്മൾ പിന്തുണയ്ക്കുന്ന CPK ശശി നിയമസഭയിൽ ഉണ്ടാകണം. അദ്ദേഹം തെങ്ങിൻ തോപ്പ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അത് കൈ ചിഹ്നമാണെന്ന് വിചാരിച്ചോളാം എല്ലാവരും. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അവസാന സമയത്തുണ്ടായ ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കൈ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച് ലാസ്റ്റ് മിനിറ്റായി പോയി. അത്ര വിചാരിച്ചാൽ മതി. കൈ ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നു, കേരളത്തിലെ UDFന്റെ, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്റ്റീജാണ് CPK ശശിയെ വിജയിപ്പിക്കാനുള്ളത്. CPM നടക്കുന്ന വൃത്തികേടുകൾക്കെതിരായി പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ മുൻനിരയിലാണ് CPK ശശി. ഞാൻ പണ്ടേ പറഞ്ഞു നിങ്ങളോട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാം. എന്താ കാര്യം? അവർ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ നിങ്ങൾ. നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ നിങ്ങൾ ചേർത്ത് നിർത്തിക്കോ. കാരണം അവരും നമ്മളോടൊപ്പമാണ് നിൽക്കുന്നത്. ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. ജനങ്ങളെ മറന്നുപോയ പാർട്ടിയാണ്. കമന്നു വീണപ്പോൾ കാൽപ്പണവുമായി പൊങ്ങിയ കൊള്ളക്കാരുടെ സർക്കാരാണ്. അതിനെതിരായ അതിശക്തമായ പ്രതിഷേധം ചിട്ടയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ശങ്കരനാരായണൻ സാറിന് ശേഷം നമുക്കൊരു MLA ഇവിടെ ഉണ്ടാകണം. ആ വാശിയോടുകൂടി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കും.